നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ യൂറോപ്യൻ US മാർക്കറ്റുകളിൽ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നടന്നത്. പ്രധാനമായിട്ടും ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൽ ഫെഡ് പറഞ്ഞിരിക്കുന്നത് US സെൻട്രൽ ബാങ്ക് അവർ പറയുന്നത് അവരുടെ ഗോൾ അനുസരിച്ച് അവർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് US ഇൻഫ്ലേഷൻ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബറിലെ റേറ്റ് കട്ടിന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം ഹെൽപ്ഫുള്ളായി. അത് കാരണമാണ് ഇന്നലെ US മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടത്. അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് ആണെങ്കിൽ കൂടിയും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നിഫ്റ്റിയും സമാനമായ രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ FIs അവരുടെ സെല്ലിങ് നിർത്തിയിട്ടൊന്നുമില്ല. ഇന്നലെയും അവർ 800 കോടി രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ല് നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ തവണ വലിയ തോതിൽ ബൈ നടത്തി 3000 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ FIസിൻ്റെ ആ ഒരു സെല്ല് നെഗ്ലക്റ്റായി പോയി മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഫിനാൻഷ്യൽ കമ്പനീസാണ് ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കുറച്ചും കൂടി അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ടർ. അപ്പോൾ അതിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫിനാൻഷ്യൽ കമ്പനീസിൽ വലിയ ഒരു മൂവ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ കാരണം FIസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സെല്ലിംഗ് ആണ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ ബൈ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മേ ബി അവർ ബൈങ്ങിലേക്ക് തിരികെ വന്നേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇന്ത്യൻ നിക്ഷേപകർ. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 2000 പോയിൻ്റാണ് ഉയർന്ന് 61,000. ബ്രന്റ് ഓയിൽ 76, ഗോൾഡ് 2500 സസ്റ്റെയിൻ നിന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമതാണ് ഗോൾഡ്. പെർ ഔൺസിന് $2,512. ഓസ്ട്രേലിയ പോസിറ്റീവാണ്. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളും ഈവൻ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളും US മാർക്കറ്റുകളും ഏറ്റവും താഴെ കാണാം. ഏറ്റവും താഴെ കാണുന്നത് നാസ്ഡാക്ക് ടെക്നോളജി ഇൻഡെക്സ് പോസിറ്റീവ്, ഡോ പോസിറ്റീവ്, FTSE UK പോസിറ്റീവ്, CAC 40 ഫ്രാൻസ് പോസിറ്റീവ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് പോസിറ്റീവ്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും ഇൻഫോസിസും വിപ്രോയും 1.5% അടുത്തും ഡോക്ടർ റെഡ്ഡി 1.5% അടുത്തും റാലി രേഖപ്പെടുത്തി. HDFCയിലോ ICICI ബാങ്കിലോ ഫർദറായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ IRDA കമ്പനി 4500 കോടി രൂപ അവർ ഫർദർ പബ്ലിക് ഓഫറിംഗ് വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഹഡ്കോ കമ്പനി യമുന എക്സ്പ്രസ് വേ ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. BEML കമ്പനി മലേഷ്യയിലുള്ള SMR റെയിൽ കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. വെൽസ്പൺ എൻ്റർപ്രൈസസ് കമ്പനി മെഗമാനി എഞ്ചിനീയറിംഗ് ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പാരാസ് ഡിഫൻസ് കമ്പനി ഇവരുടെ പുതിയ തെർമൽ ഇമേജിംഗ് ഡിവൈസിന് ഇന്ത്യയിലെ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തു എന്നുള്ള ന്യൂസ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഇവർക്ക് 50 കോടി രൂപയുടെ ഒരു ടെക്സ്റ്റൈൽ ഓർഡർ കിട്ടി. RVNL കമ്പനി മലേഷ്യയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. മലേഷ്യയിലുള്ള ദയ മജു എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആൽക്കം ലാബിൻ്റെ പ്രൊമോട്ടേഴ്സ് 8 ലക്ഷം ഷെയറുകൾ സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. സെനിത് ഡ്രഗ് കമ്പനി ഇവരുടെ ഇൻഡോറിൽ ഇവരുടെ ഒരു പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റ് കമ്പനി സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ്. L&T കമ്പനി താൽസായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ആഫീസ് സ്പേസ് കമ്പനി ഇവർ ബാംഗ്ലൂരിൽ ഇവരുടെ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പുതിയ സെൻറ്റർ ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇന്ന് 24,700 സ്പോട്ട്, 25,000 റെസിസ്റ്റൻസായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഗ്യാപ് അപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ട്രബിളാവും 25,000. എനിവേ സപ്പോർട്ട് സോണുകൾ 24,700, 24,500, 24,300 എന്നീ റേഞ്ചുകളാണ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കൂടാതെ തന്നെ നമുക്ക് മറ്റുള്ള ഇൻട്രാഡേയും FNO എല്ലാം തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് കേട്ടോ. അപ്പോൾ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം. നമ്മുടെ ട്രേഡ് ബഡി ടാബ് ഇന്നത്തെ IPO ഡിവിഡൻഡ് മറ്റുള്ള ഡീറ്റെയിൽസ് കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലെയും രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക്